എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടെയും അതുപോലെ തന്നെ ഏറ്റവും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. 2023 അക്കാഡമിക് ഇയറിലെ IIT അഡ്മിഷൻ, ആദ്യ IIT അഡ്മിഷൻ. IIT എന്ന് പറയുമ്പോൾ വെറും ഒരു IIT അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് IITകളിൽ ഒന്നായ IIT ബോംബെയിൽ അഡ്മിഷൻ സാധ്യമാക്കിയ മുഹമ്മദ് ഫുആദ് CM ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കി, അതായത് ഏത് റാങ്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ IITകളിലെ ഡിസൈനിങ് പഠനത്തിനുള്ള എൻട്രൻസ് എക്സാമായ USEED 2023 എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 7ഉം അതുപോലെ തന്നെ കാറ്റഗറി റാങ്കിൽ 2ും നേടി അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ന് മുഹമ്മദ് ഫുആദ്. പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം, JEE മെയിൻസിലും വളരെയധികം ഒരു മികച്ച പെർസെൻറ്റൈൽ സ്കോർ തന്നെയാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫുആദ്, കൺഗ്രാറ്റുലേഷൻസ്. How do you feel after getting this wonderful score? ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല റാങ്ക് ഒക്കെ കിട്ടുമെന്ന്. കിട്ടിയപ്പം അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് പാരൻസ് ഒക്കെ ഒരുപാട് ഹാപ്പിയാണ്. കൂട്ടുകാരും പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇത്ര നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഓക്കെ. അപ്പം മോനെ എങ്ങനെയാണ് ഈ ഒരു USEED എന്ന് പറയുന്ന ഒരു എക്സാമിനെ കുറിച്ചും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മോൻ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ +2 പഠിക്കുമ്പം ബ്രില്യൻറ്റിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിലാണ് ആദ്യമായിട്ട് USEED പറ്റി അറിയുന്നത്. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ വരയുന്നത് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ എൻജിനീയറിംഗ് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എൻജിനീയറിംഗിന് റിപ്പീറ്റ് ചേർന്നത്. അതിൻ്റെ കൂടെ USEED നോക്കി. അപ്പം അങ്ങനെ USEED ട്രൈ ചെയ്തു, കിട്ടിയെന്ന് മാത്രമല്ല ഒരു ചെറിയൊരു നേട്ടമല്ല, ഏറ്റവും നല്ല അടിപൊളി ഒരു റാങ്കും കൂടെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പം ഹാപ്പിയാണ് മൊത്തത്തിൽ. ഫുആദ്, അപ്പം നമ്മുടെ ഈ ഒരു USEED എന്ന് പറയുന്ന ഒരു എക്സാമിനെ കുറിച്ച് അപ്പം കുറേയേറെ വിദ്യാർത്ഥികൾക്ക് അറിയാം, എന്നാൽ മറ്റു ചിലർ കാണും ഇതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻസും, ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത കുറച്ച് വിദ്യാർത്ഥികൾ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാമോ, അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നും അതിൻ്റെ ഒരു സിലബസ് വൈസ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയൊക്കെയായിരുന്നു ഫാദിൻ്റെ എന്നൊന്ന് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? USEED ബാച്ചിലർ ഇൻ ഡിസൈൻ എന്ന കോഴ്സിലേക്ക് വേണ്ടിയിട്ട് IIT ബോംബെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. അപ്പം ഈ എക്സാം പേപ്പർ A, പേപ്പർ B 2 പേപ്പറായിട്ടാണുള്ളത്. പേപ്പർ Aയിൽ ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി, പിന്നെ ചെറിയ ഡിസൈൻ ആസ്പെക്റ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും, പിന്നെ പേപ്പർ B പക്ക ഡ്രോയിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം പേപ്പർ Aയിൽ ഓൾമോസ്റ്റ് 150 മാർക്കും പിന്നെ പേപ്പർ Bയിൽ ഒരു 20 മാർക്സിൻ്റെ അടുത്തും നേടി. അങ്ങനെ ഓൾ ഇന്ത്യ റാങ്ക് 7ഉം OBC റാങ്ക് 2ഉം കരസ്ഥമാക്കി. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു USEED എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഫെസിലിറ്റി മോനെ ഹെൽപ്ഫുൾ ആക്കിയത് ഇത്രയൊരു മികച്ച സ്കോർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്? ഞാൻ USEEDന് വേണ്ടി നേരത്തെ നോക്കിയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ നിന്ന് ഇവിടുന്ന് അവർ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ടെസ്റ്റ് സീരീസ് നടത്തിയിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം അതിൽ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വന്നത്. സോ ഭയങ്കര ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാം സീരീസ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി ആ ഒരു ഫൈനൽ എക്സാം വന്നപ്പം കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പം ആ ഒരു ഫൈനൽ എക്സാമിലേക്ക് കടക്കുന്ന ഇപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. ഒരുപാട് നമ്മുടെ May 7th നീറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് എൻട്രൻസ് എക്സാമുകളെ ഫേസ് ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അവർക്ക് ഇതുപോലെ നിരന്തരമായി എക്സാം എഴുതിയാൽ തികച്ചും അവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണല്ലേ എൻട്രൻസ് എക്സാമുകളെല്ലാം. ഫുആദ്, അപ്പം നേരത്തെ പറയുകയുണ്ടായി ഡ്രോയിങ്ങിനോടുള്ള ഒരു താല്പര്യത്തെ പറ്റി. അപ്പോൾ അത് ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു USEED എക്സാം, ഈ ഒരു ഡിസൈനിങ് കോഴ്സിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം വരെ എത്തി നിൽക്കാനുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു പിന്നോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മോൻ്റെ ആ ഒരു താല്പര്യങ്ങൾ?
ചെറുപ്പം തൊട്ടേ എനിക്ക് വരയാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഡ്രോയിങ് എൻ്റെ പാരൻസ് എന്നെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു ചിത്രം വരാനൊക്കെ. അങ്ങനെ സ്കൂൾ ലെവലുകളും അങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഒരുപാട് ഡ്രോയിങ്ങിന് പ്രൈസസൊക്കെ നേടി. ചെറുപ്പം തൊട്ടേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ +2 പഠിക്കുമ്പോഴാണ് ഈ ഡിസൈനിങ് കോഴ്സസിനൊക്കെ പറ്റി അറിയുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ ഒരുപാട് ഞാൻ ഈ ചിത്രം വരയുകയും പിന്നെ മെയിനായിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരുപാട് ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതൊരു ഹോബി ആയിട്ട് തന്നെ ചെറുപ്പം മുതലേ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു ഡ്രോയിങ്? അപ്പൊ അതുകൊണ്ട് തന്നെ തികച്ചും ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഒരു +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ അതൊരു കോഴ്സിലേക്ക് തന്നെ ഇറങ്ങിയേക്കാന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഇപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് 7 വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഫുആദ്. ഫുആദ് നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റർ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെ? മോനെ +2 ഏത് സ്കൂളിലായിരുന്നു? ഞാൻ പുനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അതെ, കോഴിക്കോട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് +2 ശേഷം ഈ ബ്രില്യൻറ്റിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ബ്രില്യൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് മോനെ അറിഞ്ഞത്? മെയിനായിട്ട് ബ്രില്യൻറ്റ് റിസൾട്ടാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ വന്നാൽ ഗുണമുണ്ടാകുമെന്ന് തോന്നി. ഒന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ഓക്കെ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അല്ലെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് തോന്നിയത്? തുടക്കത്തിൽ ഇവിടെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നെ മെയിനായിട്ട് ക്ലാസ് ടീച്ചർ അനീസ് സാറും പിന്നെ സന്തോഷ് സാർ, ബിനോയ് സാർ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ നല്ല കോമ്പറ്റീറ്റീവ് ആണ് ഇവിടെ. അപ്പം അത് കാരണം നല്ല ഉയർന്നു വരാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റലും ക്യാമ്പസും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നോ മോനെ? അതെ, തീർച്ചയായും ആയിരുന്നു. ഓക്കെ. അപ്പം ഇപ്പൊ നല്ലൊരു റാങ്ക് കിട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാർമാരെ എല്ലാരും കണ്ടു അല്ലേ? അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? വളരെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. UCയുടെ എക്സാമിന് മികച്ച സ്കോർ കരസ്ഥമാക്കി ഫുആദ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ അധ്യാപകരെല്ലാം ഫുആദിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു ട്രോഫിയൊക്കെ കൊടുത്ത് അനുമോദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഹാപ്പി ആയിരുന്നോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുടെയും? സന്തോഷ് സാറൊക്കെ അല്ലെ മോനെ പ്രത്യേകം അനുമോദിച്ചു. എന്ത് തോന്നി? അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. സാറുമാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു റാങ്ക് നേടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഫുആദ് ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് ഇത്രയും ഒരു ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയതിനും അതുപോലെ തന്നെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ അഭിമാനമായി മാറിയതിനും ഒരു കൺഗ്രാജുലേഷൻസ് ഒന്നും കൂടെ പറയുകയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ. ഇനിയും ഓരോ കടമ്പകൾ കടന്ന് എല്ലാ വിജയത്തിലും എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ബ്രില്യൻറ്റ് ഫാമിലി ഒന്നടങ്കം തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു.